പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നയിക്കുന്ന 25 നോമ്പ് ഇന്ന് സമാരംഭിക്കുകയായി. ഈ 25 നോമ്പിൽ നമുക്ക് നമസ്കരിക്കാൻ പഠിക്കാം. സത്യനമസ്കാരം നടത്തുവാൻ, അതിൻ്റെ അനുഭവം രുചിച്ചറിയുവാൻ ഒരു നോമ്പ് നമുക്ക് പ്രത്യേകമായി, ഈ നോമ്പ് നമുക്ക് പ്രത്യേകമായി വേർതിരിക്കാം. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? നമ്മളുടെ സഭയിൽ നമസ്കാരം എന്നാണ് രാവിലെയും വൈകുന്നേരവും മറ്റ് അവസരങ്ങളിലുമുള്ള യാമപ്രാർത്ഥനകൾക്ക് പ്രത്യേകമായി പേർ കൊടുത്തിരിക്കുന്നത്. സന്ധ്യാ നമസ്കാരം, പ്രഭാത നമസ്കാരം എന്നിങ്ങനെ കൂടെ നമ്മൾ നമസ്കാരം പ്രാർത്ഥനയ്ക്ക് പകരമായി സഭ ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രാർത്ഥന എന്നത് ദൈവത്തോടുള്ള അർത്ഥന, പ്രകർഷേണയുള്ള അർത്ഥന എന്നാണ്. എന്നാൽ നമസ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വാക്കുകളിലൂടെയുള്ള പ്രാർത്ഥനയും ഹൃദയത്തെ ചേർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയും നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും. എന്നാൽ അതിലപ്പുറമായി നമസ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അതിന് ശരീരവും കൂടെ അതിൽ പങ്കുകൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നമസ്കാരം എന്ന വാക്ക് പ്രത്യേകം നാം ഉപയോഗിക്കുന്നത്. ഈ നോമ്പിൽ ശരിയായി നമസ്കരിക്കുന്നതിന് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? നിവർന്നു നിന്നുകൊണ്ട് നമസ്കരിക്കണം. നിന്നുകൊണ്ട് നമസ്കരിക്കണം. നിവർന്നു നിന്നുകൊണ്ട്, അലക്ഷ്യമായല്ല, നിവർന്നു നിന്നുകൊണ്ട് പൂർണ്ണമായ ശ്രദ്ധയോടുകൂടെ. ഇരിക്കുമ്പോൾ നിൽക്കുന്നത്രയും ശ്രദ്ധ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ മലർത്തി, കണ്ണുകൾ ഉയർത്തി, കുരിശു വരച്ചും കുമ്പിട്ടും നമ്മൾ നമസ്കരിക്കണം. നിവർന്നു നിൽക്കണം, കൈകൾ മലർത്തണം, കണ്ണുകൾ ഉയർത്തണം, കുരിശു വരച്ച് കുമ്പിട്ട് നമ്മൾ നമസ്കരിക്കണം. ഇതൊരു കൊച്ചു ഗാനമായി നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുന്നതിന് ഇങ്ങനെ നമുക്ക് ഒന്ന് പാടിയെടുക്കാം. നിവർന്നു നിന്ന് കൈകൾ മലർത്തി, കണ്ണുകൾ ഉയർത്തി, കുരിശു വരച്ചും കുമ്പിട്ടും നാഥനോടർത്ഥിക്കുവതേ നമസ്കാരം സാക്ഷാൽ സഭതൻ സത്യനമസ്കാരം. ഒന്നുകൂടെ ചൊല്ലാം. നിവർന്നു നിന്ന് കൈകൾ മലർത്തി, കണ്ണുകൾ ഉയർത്തി, കുരിശു വരച്ചും കുമ്പിട്ടും നാഥനോടർത്ഥിക്കുവതേ നമസ്കാരം സാക്ഷാൽ സഭതൻ സത്യനമസ്കാരം. സാക്ഷാൽ സഭതൻ സത്യനമസ്കാരം. ഇത് ഒരു പ്രമാണമാണ്. എന്താണ് ആ പ്രമാണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളുടെ അധരം അതിൽ പങ്കുകൊള്ളുന്നുണ്ട്. ആ വാക്കുകൾ ഉച്ചരിക്കുന്നത് നമ്മളുടെ ബുദ്ധിയുടെ ആലോചന അതിൽ കലരും. അത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ അനുഭവമായി അത് രൂപാന്തരപ്പെടും.
പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരവും അതിൽ പങ്കുകൊള്ളണം. എങ്ങനെ? കൈകൾ മലർത്തി, കണ്ണുകൾ ഉയർത്തി, കുമ്പിട്ട് കുരിശു വരച്ച് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ അധരവും എന്നിങ്ങനെ നമ്മളുടെ ആളത്വത്തിൻ്റെ സമഗ്രമായ ഒരു പങ്കാളിത്തം ആ പ്രാർത്ഥനയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായും ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് സത്യനമസ്കാരം പഠിച്ച് അത് പ്രാവർത്തികമാക്കി ജീവിതത്തിൽ അനുഭവമായി രൂപാന്തരപ്പെടുത്തിക്കൂടാ. തീർച്ചയായും അത് സാധിക്കും. നമ്മൾ എഴുതുന്ന സന്ദർഭത്തിൽ കൈയാണ് ചലിക്കുന്നത്. പക്ഷെ അങ്ങനെ കൈ ചലിക്കണമെങ്കിൽ നമ്മളുടെ മസ്തിഷ്കവുമായി അതിന് ബന്ധമുണ്ട്. അതിന് ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ എന്ന് പറയും. നമ്മൾ എന്തെഴുതിയാലും ഈ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷനുമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥന ബോഡി, ബ്രെയിൻ, അതുപോലെ തന്നെ ഹാർട്ട്. ഹാൻഡ്, ബ്രെയിൻ, ഹാർട്ട് കോർഡിനേഷൻ ഉണ്ട്. നമ്മളുടെ കൈകളും നമ്മളുടെ ശരീരവും നമ്മളുടെ മസ്തിഷ്കവും നമ്മളുടെ ഹൃദയവും അതിൽ ഉൾപ്പെടുകയായി. അങ്ങനെ ഒരു കോമ്പിനേഷനോടുകൂടെയാണ് എഴുതുമ്പോൾ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ഈസ് ദെയർ. ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ. എന്നാൽ പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ ബോഡി, ബ്രെയിൻ ആൻഡ് ഹാർട്ട് കോമ്പിനേഷൻ ഉണ്ട്. അത് മൂന്നും കൂടെ ചേർന്നാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന അനുഭവമായി മാറുന്നത്. എപ്പോഴാണോ അങ്ങനെ ബോഡി, ബ്രെയിൻ ആൻഡ് ഹാർട്ട് കോമ്പിനേഷൻ ഉണ്ടായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് അനുഭവം ഉണ്ടാവുക. അങ്ങനെ ജീവിതത്തിൽ അനുഭവമുണ്ടാകും വിധം നമുക്ക് നമസ്കരിക്കാൻ പഠിക്കാം. ഈ നോമ്പുകാലത്ത് നമുക്ക് നമസ്കരിക്കുവാൻ, സത്യനമസ്കാരം നടത്തുവാൻ പ്രത്യേകമായി അഭ്യസിക്കാം. കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഒന്നുകൂടെ ആ പാട്ടൊന്ന് മനസ്സിൽ സംഗ്രഹിക്കാൻ ശ്രമിക്കാം. നിവർന്നു നിന്ന് കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി കുരിശു വരച്ചും കുമ്പിട്ടും നാഥനോടർത്ഥിക്കുവതേ നമസ്കാരം സാക്ഷാൽ സപദൻ സത്യനമസ്കാരം. സാക്ഷാൽ സപദൻ സത്യനമസ്കാരം. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു നോമ്പുകാലം പ്രത്യേകമായി നേർന്നുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.